ഹായ്, അരിമുറുക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യമായിട്ട് ചെയ്തെടുക്കുന്നവർക്ക് പോലും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അരിമുറുക്കാണിത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു മുറുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുറുക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ആ വെള്ളം മൊത്തത്തിൽ ഒന്ന് വെള്ളം പോയി കഴിയുമ്പോൾ ഒരു അരിപ്പയിൽ വെച്ചിട്ട് വെള്ളം കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കണം. നല്ല ക്രിസ്പി ആവുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം. എന്നാൽ ഒരുപാട് കളർ മാറിപ്പോരുത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇതിനി തണുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ വേണം ഇത് ഓഫാക്കാനായിട്ട്. ഉഴുന്ന് തണുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ്. ഇത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് ചുറ്റിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഉഴുന്നിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 നുള്ള് കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും മുളക് പൊടി ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി 1 ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൈകൊണ്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പിൻ്റെ എരിവിൻ്റെയൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സാദാ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ മൊത്തത്തിൽ 1 കപ്പിൽ നിന്നും 1 ടേബിൾ സ്പൂൺ കുറവായിട്ടാണ് വെള്ളം, അതായത് 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാത്രമാണ് ബാക്കി വന്നിട്ടുള്ളത്. അത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടി അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ കുറേശ്ശെയായിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. കുഴച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ സേവനാഴി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുറുക്കുണ്ടാക്കുന്ന ആ ഒരു സ്റ്റാറിൻ്റെ ചില്ലിട്ട് കൊടുത്തിട്ട് എണ്ണ എല്ലായിടത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ തയ്യാറാക്കിയ മാവ് ഇതിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ പൊട്ടി പോകുന്നുണ്ടോയെന്ന് ആദ്യം ഒന്ന് ചുറ്റിച്ച് നോക്കുക. അങ്ങനെ പൊട്ടി പോകുന്നുണ്ടെങ്കിൽ വെള്ളം ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്തിട്ട് മാവ് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് എടുത്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഒരുപാട് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂണോ എല്ലാം അരിപ്പൊടി കൂടി ചേർത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഒരു ഫോയിൽ പേപ്പറിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ ഇത് എണ്ണയിലേക്ക് ഇടാൻ പറ്റും. ഈ ഒരു വലിപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത്. ഒരു 3 ചുറ്റാണ് എടുത്തിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മളിതിലേക്ക് മൈദ കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഇത് ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നന്നായിട്ട് തന്നെ വരുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ അളവും കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്കിത് പൊട്ടിപ്പോകാതെ ഇതേപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ ഒരു 4 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ട് ഫ്രൈ ആക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഭയങ്കര ഈസിയാണ് ഈ ഒരു മുറുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലാതെ എണ്ണയിലേക്ക് നേരിട്ട് തന്നെ ഇതൊന്നിങ്ങനെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ, ചുറ്റി കൊടുക്കണമെന്നില്ല, ഷേപ്പൊന്നും ഇല്ലാതെ തന്നെ ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. മുറുക്ക് ചുറ്റിയിട്ട് ഇതിൻ്റെ സൈഡ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫോയിൽ പേപ്പറിൽ നിന്ന് ഇതേപോലെ ഒരു ചട്ടുക എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിലൊന്നും എണ്ണ വീഴാതെ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ കൈ കൊണ്ട് എടുത്തിടാനാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നതെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഒരു സൈഡ് കുറച്ചൊന്നായിട്ട് വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ചീനിച്ചട്ടിയിൽ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് 2 എണ്ണം മാത്രമേ ഒരു നേരത്തെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റൂ. കുറച്ച് വലിപ്പമുള്ള ഏതെങ്കിലും പാത്രത്തിലാണെങ്കിൽ നമുക്ക് 4-5 എണ്ണമൊക്കെ ഒറ്റ ട്രിപ്പിൽ തന്നെ വറുത്തെടുക്കാൻ പറ്റും. ഇതേപോലെ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി നല്ല ക്രിസ്പി ആകുമ്പോൾ നമുക്കിത് സ്പൂൺ കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. നല്ല ക്രിസ്പി ആകുമ്പോൾ മാത്രം കോരിയെടുക്കുക. കൈകൊണ്ട് നമുക്ക് ഇതേപോലെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ കയ്യിൽ എണ്ണ തെറിച്ച് വീഴാതെ സൂക്ഷിച്ചാൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കി കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റിച്ച് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലെ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്താലും മതി. കറക്റ്റ് ഒരു ഷേപ്പ് ഇല്ലാന്നേ ഉള്ളൂ. ഇത് നല്ല ക്രിസ്പിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കുപ്പിയിലിട്ട് വെച്ചിരുന്നാൽ കൂടുതൽ ദിവസം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്